നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാരായണീയം പഠന ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ 15 ദശകത്തിൻ്റെയും ഏകദേശ രൂപമൊന്ന് മനസ്സിലാക്കി നാരായണീയത്തിൽ. ഇന്ന് മുതൽക്ക് 16ാമത്തെ ദശകം, അതായത് ഈ ദശകത്തിൽ നരനാരായണമൂർത്തിമാരുടെ ഒരു അവതാര കൃത്യവും കാര്യങ്ങളുമൊക്കെയാണ് പറയുന്നത്. നാരായണമൂർത്തി നരനാരായണന്മാരെന്ന് പറയുന്നത് ഭഗവാന്റെ അംശാവതാരങ്ങളായിട്ട് കണക്കാക്കാവുന്ന ഒരു ദശകമാണ്. ഈ അധ്യായത്തിൽ നാരായണമൂർത്തിയുടെ അവതാരത്തെ പറ്റിയാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഈ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം നാരായണ അവതാരം, അതേസമയത്ത് ദക്ഷയാഗത്തെ പറ്റിയും പറയുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതിയുടെ അദ്ദേഹത്തിന് 16 കന്യകമാരായ സത്യസുന്ദരികളായ പുത്രിമാരുണ്ടായി. ആ പുത്രിമാരിൽ 13 പേരെയും വിവാഹം ചെയ്തിരിക്കുന്നത് യമരാജാവാണ്. യമരാജാവെന്ന് പറഞ്ഞാൽ കാലൻ അല്ലെങ്കിൽ യമധർമ്മൻ, ധർമ്മദേവൻ എന്നൊക്കെ പറയുന്ന ദേവനാണ്. പിന്നെ ഒരു മകളെ വിവാഹം ചെയ്തത് അഗ്നിദേവനാണ്. ഒരു മകളെ വിവാഹം ചെയ്തത് പിതൃക്കളുടെയൊക്കെ ദേവനായ പിതൃ ലോകത്തെ ദേവനാണ്. ഒരു മകളെ, ഏറ്റവും താഴെയുള്ള മകളെ, ദക്ഷപ്രജാപതിയുടെ ഏറ്റവും താഴെയുള്ള മകളെ സതീദേവിയെ, ആദിപരാശക്തിയുടെ അവതാരമാണെന്നാണ് പറയുന്നത്. ആ സതീദേവിയെ വിവാഹം ചെയ്തത് ത്രിമൂർത്തികളിൽ ഒരാളായ മഹാദേവനുമാണ്. ഈ കഥകൾ ദക്ഷയാഗത്തെപ്പറ്റി, ദക്ഷപ്രജാപതിയെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ 16 കന്യകമാരുടെ കഥകളെപ്പറ്റി ഒക്കെയാണ് 16ാമത്തെ ദശകമായ നാരായണ അവതാരവും ദക്ഷയാഗവും എന്ന് പറയുന്ന ഈ ദശകത്തിൽ പറയുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആദ്യത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. ദക്ഷോ വിരിഞ്ച തനയോദമനസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിക ഷോഡശചാപകന്യാം ധർമ്മേ 13 ദദൗ പിതൃഷു സ്വതം ച സ്വാഹാം ഹവേർഭുജേ സതിം ഗിരിശേ ത്വദംശേ. ദക്ഷോ വിരിഞ്ച തനയോദമനസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിക ഷോഡശചാപകന്യാ ധർമ്മേ 13 ദദൗ പിതൃഷു സ്വയം സ്വദാം ച സ്വാഹം ഹവേർഭുജേ സതീം ഗിരിശേ ത്വദംശ. അതായത് അർത്ഥ വിരിഞ്ചതനയ ദക്ഷ. വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. വിരിഞ്ചതനയനായ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷൻ എന്നു പേരുള്ള ഒരു പ്രജാപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതി മനോതനൂജാം പ്രസൂതിയും സ്വയംഭുവ മനു എന്ന് പറയുന്ന ഒരു മനുവിൻ്റെ പുത്രിയാണ് പ്രസൂതി. ആ പ്രസൂതിയെ വിവാഹം ചെയ്തു. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതി സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തു. ലബ്ധു ഇഹ ഷോഡശകന്യ ആവച. ഇവരുടെ ദാമ്പത്യവല്ലരിയിൽ 16 ഷോഡശകന്യ, 16 പെൺകുട്ടികൾ, കന്യകമാരായ പെൺകുട്ടികൾ ഇവർക്ക് ജനിച്ചു. ധർമ്മേ ത്രയോദശ എന്ന് പറഞ്ഞാൽ ത്രയോദശ എന്ന് പറഞ്ഞാൽ 13 കന്യകമാരെയും 13 പെൺകുട്ടികളെയും ധർമ്മദേവൻ, യമദേവൻ, കാലൻ വിവാഹം ചെയ്തു. പിതൃക്കളുടെ ദേവനായിട്ടുള്ള പിതൃക്കളുടെയൊക്കെ ദേവൻ, അദ്ദേഹത്തിന് നിര്യതി എന്നങ്ങാണ്ടാണ് പറയുന്നത് പേര്. പിതൃക്കളുടെ ദേവൻ സ്വത എന്ന് പറയുന്ന
ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അഗ്നിദേവനാകട്ടെ സ്വാഹ എന്ന് പറയുന്ന മറ്റൊരു മകളെയും വിവാഹം ചെയ്തു. ഇനി ഒരാളുള്ള സ്വതാം, അതായത് ധർമ്മേ ത്രയോദശ, ധർമ്മദേവൻ 13 പേരെയും പിതൃഷു സ്വതാം, സ്വതാം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പിതൃക്കൾക്ക്, അതായത് ശ്രാദ്ധാദികൾ കൂട്ടുമ്പോൾ മന്ത്രം ചൊല്ലുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. പിതൃദേവനാണ്, പിതൃക്കളുടെ ദേവനാണ് നമ്മൾ ഈ നിവേദ്യം സമർപ്പിക്കുന്നത്. ആ ശ്രാദ്ധ സമയത്ത് മന്ത്രം ചൊല്ലുമ്പോൾ കേൾക്കാം. അതാ സൃഷ്ടിരസ്സുസ്തുത ഉപസ്തരണം സുധ എന്നൊക്കെ പറഞ്ഞ സുധ സുധ എന്ന് പറയും. അതായത് പിതൃക്കളുടെ ദേവനായ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്, ദക്ഷപ്രജാപതിയുടെ മകളുടെ പേര് സ്വധ എന്നാണ്. അപ്പോൾ ഭാര്യയുടെ പേരിൽ ഈ നിവേദ്യം അർപ്പിക്കുമ്പോൾ ഭർത്താവായ പിതൃക്കളുടെ ദേവൻ വളരെ പ്രസാദിക്കും എന്ന ധാരണയുള്ളത് കൊണ്ടാണ്. അതുപോലെ അഗ്നിയിലേക്ക് എന്തെങ്കിലും അർപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഗണപതി ഹോമമൊക്കെ നടക്കുകയാണ്, ഭഗവത്സേവയൊക്കെ നടക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള സമയത്താണെങ്കിൽ ഈ ഗണപതി ഹോമം നടക്കുമ്പോൾ ഒന്ന് ആ മന്ത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അഗ്നിക്ക് എന്തൊരു സാധനം, ഇപ്പോൾ നെയ്യ് ഉപസ്തരണം എന്നാണ് സമർപ്പിക്കുന്നത്, പൂവാണ്, മലരാണ്, അതിലാണ് തേങ്ങാപ്പൂൾ ഒക്കെ സമർപ്പിക്കുമ്പോൾ വളരെ നീളമുള്ള ഒരു സ്പൂൺ പോലെയുള്ളതിൽ നിന്ന് നെയ്യെടുത്തിട്ട് ഈ ഹോമകുണ്ടത്തിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഗണപതി ഹോമം നടത്തുന്ന ആ ഹോമത്തിൻ്റെ നടത്തുന്ന തിരുമേനി ഇങ്ങനെ പറയണേക്കാം, അഗ്നിദേവന് സമർപ്പിക്കുന്ന സ്വാഹ, അതിലേക്ക് ഹോമിക്കുമ്പോൾ ഉപസ്തരണം സ്വാഹ, പുഷ്പം സ്വാഹ എന്ന് പറയും. ആ സ്വാഹ എന്ന് പറയുന്നത് അഗ്നിദേവൻ്റെ ഭാര്യയാണ്. ദക്ഷപ്രജാപതിയുടെ 16 കന്യകമാരിൽ ഒരാളായ സ്വാഹയെ വിവാഹം ചെയ്തിരിക്കുന്നത് അഗ്നിദേവനാണ്. അഗ്നിദേവന് വളരെ സന്തോഷമാവും സ്വാഹയുടെ പേരിൽ സമർപ്പിക്കുമ്പോൾ. സ്വത എന്ന് പറയുമ്പോൾ പിതൃക്കളുടെ ദേവനും വലിയ സന്തോഷമാകും. അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അഗ്നിക്ക് സ്വാഹയെയും പിതൃക്കളുടെ ദേവന് സ്വതയെയും 13 കന്യകമാരെ ധർമ്മദേവന് യമധർമ്മൻ എന്ന് പറയുന്ന ദേവനും വിവാഹം ചെയ്തു കൊടുത്തു. താഴെയുള്ള മകൾ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ആദിപരാശക്തിയോട് തനിക്ക് മകളായി ജനിക്കണമെന്ന്. അപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മകളായിട്ട് ജനിക്കുകയൊക്കെ ചെയ്യാം. ദക്ഷപ്രജാപതിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ആദിപരാശക്തി പറയാം, ഞാൻ ജനിക്കാം അങ്ങേക്ക് മകളായിട്ട്, പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? അരുത് എന്ന് എന്നോട് എപ്പം പറയണു അപ്പം ഞാൻ അങ്ങയുടെ അടുത്ത് നിന്ന് ഓടിപ്പോവും, അപ്പം ഞാൻ അങ്ങേ ഉപേക്ഷിച്ച് പോവും. അതാണ് കണ്ടീഷൻ. അല്ലാതെ കണ്ട് എൻ്റെ ഇഷ്ടാനുസരണം എന്നെ അങ്ങോട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നിടത്തോളം കാലം ഞാൻ അങ്ങക്ക് മകളായിട്ടിരിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ച് അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് ആദിപരാശക്തി ദക്ഷപ്രജാപതിക്ക് മകളായി ജനിച്ചു. ആ കുട്ടിയാണ് സതീദേവി. ഈ സതിയെയാണ് ത്രിമൂർത്തികളിൽ ഒരാളായ മഹാദേവൻ വിവാഹം ചെയ്തിരിക്കുന്നത്. ഈ മകളോടരുത് എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടക്കേട് പറഞ്ഞത് ദക്ഷയാഗത്തിൽ വച്ചിട്ടാണ്. ദക്ഷപ്രജാപതി നടത്തുന്ന യാഗമാണ്. ആ യാഗത്തിൽ വെച്ച് അച്ഛനരുത് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെയുള്ള കരാറനുസരിച്ച് സതീദേവി, ദക്ഷൻ്റെ മകളെ ദാക്ഷായണി എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന മകള് അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യുകയും ചെയ്തു. അതൊക്കെയാണ് ദക്ഷയാഗത്തിൻ്റെ കഥ. അപ്പം ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്, ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതി സ്വയംഭൂവ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തു. അവർക്ക് 16 കന്യകമാരുണ്ടായി, പെൺകുട്ടികളുണ്ടായി. ഇതിൽ 16 പേരെയും ധർമ്മദേവനും ഒരു മകളെ സ്വത എന്ന മകളെ പിതൃക്കളുടെ ദേവനും, സ്വാഹ എന്ന മകളെ അഗ്നിദേവനും, സതി എന്ന മകളെ മഹാദേവനും വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. ഈ സതീദേവിയുടെയും മഹാദേവ
മഹാദേവൻ്റെയും വിവാഹം അതങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തതൊന്നുമല്ല. സതീദേവിക്ക് ശിവനോട് മോഹം തോന്നി, അവർ തമ്മിൽ ഇത്തിരി ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ മഹാദേവനോടൊപ്പം സതീദേവി ഇറങ്ങിപ്പോയി എന്നും അത് പിന്നെ വിശദമായിട്ട് മുന്നൊരവസരത്തിൽ മഹാദേവൻ്റെ സതീദേവിയുടെ വിവാഹത്തെപ്പറ്റി പറയാം. അപ്പോൾ ഈ ശ്ലോകം ഞാനൊന്ന് വായിക്കാം. അങ്ങനെ അവിടുത്തെ മകളെ ശിവന് സതിയെയും വിവാഹം ചെയ്തു കൊടുത്തു, നിർബന്ധമായിട്ട് എന്ന് തന്നെ പറയാം. ദക്ഷോ വിരിഞ്ച തനയോദമനസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാ ധർമ്മേത്രയോദശ ദദൗ പിതൃഷു സ്വദാം ച സ്വാഹാം ഹവിർഭുജി സതിം ഗിരിശേ ത്വദംശേ. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരു മലയാളത്തിലുള്ള പരിഭാഷ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകും. ദക്ഷനും പ്രസൂതിക്കുമായി 16 മക്കളുണ്ടായി. ദക്ഷ പ്രജാപതിക്കും പ്രസൂതി എന്ന ഭാര്യയ്ക്കുമായിട്ട് 16 മക്കൾ. 13 പേരെ ധർമ്മദേവനു നൽകി. ധർമ്മദേവന് 13 പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്തു. പിതൃക്കൾക്കു സ്വതയെയും, സ്വത എന്ന മകളെ പിതൃക്കളുടെ ദേവനും വിവാഹം ചെയ്തു കൊടുത്തു. അഗ്നിക്കായി സ്വാഹയെയും, അഗ്നിദേവന് സ്വാഹ എന്ന മകളെ വിവാഹം ചെയ്തു കൊടുത്തു. സതിയെ മഹാദേവനും വേളി കഴിച്ചു. സതി എന്ന താഴെയുള്ള മകളെ മഹാദേവനും വേളി കഴിച്ചു. നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. നാരായണ അവതാരം വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണിത്. ഇതിൽ ധർമ്മദേവൻ വിവാഹം ചെയ്ത 13 പെൺകുട്ടികളിൽ ഒരാളായിരുന്നു മൂർത്തി എന്നു പേരുള്ള പെൺകുട്ടി. ആ കന്യകയുടെ പുത്രനായിട്ടാണ് നാരായണ അവതാരം നടക്കുന്നത്. മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിത കൃതതൂര്യഘോഷ പുഷ്കോത്കരാൻ പ്രവവർഷൂർനുനഭൂസുരൗഘ. അതായത് ധർമ്മഗൃഹിണി മൂർത്തിഹി, ധർമ്മദേവൻ്റെ പത്നിയായ മൂർത്തിയാണ് മഹിതാനുഭാവം ഭവന്തം നരസഖം നാരായണം. അതായത് ഈ മൂർത്തി എന്നു പേരുള്ള ലോകപൂജിതയായ തേജസ്സോടുകൂടിയ നിന്തിരുവടി തന്നെയായ നരനാരായണനെ, നാരായണന്മാർ അവർ 2 പേരാണ്, നരനും നാരായണനും, 2 പേരെയും പ്രസവിച്ചത്, അവർക്ക് ജന്മം നൽകിയത് ധർമ്മദേവൻ്റെ പുത്രന്മാരായിട്ടാണ് അവർ ജനിച്ചത്. അവരുടെ അമ്മ മൂർത്തി എന്നു പേരുള്ള ദക്ഷ പ്രജാപതിയുടെ മകളാണ്. ധർമ്മദേവൻ്റെ 13 ഭാര്യമാരിൽ ഒരാളാണ്. ധർമ്മദേവൻ്റെ പത്നിയായ മൂർത്തിയാണ് ലോകപൂജിതമായ തേജസ്സോടുകൂടിയ നിന്തിരുവടി തന്നെയായ ഭഗവാനെ, അങ്ങയുടെ അംശാവതാരമാണ് നരനാരായണമൂർത്തിമാർ അവരെ പ്രസവിച്ചത്. നരനാരായണന്മാരുടെ അവതാരത്തിൽ സന്തുഷ്ടന്മാരായിട്ടുള്ള ഈ ദേവസംഘം യജ്ജന്മനി പ്രമുദിത, ഇവരുടെ 2 പേരുടെയും ജന്മം കൊണ്ട് സന്തോഷിച്ച സുരൗഘ ദേവവൃന്ദം, ദേവന്മാരുടെ കൂട്ടം, ദേവന്മാരൊക്കെ തന്നെ ഈ അവതാര പുരുഷന്മാരെ കണ്ടിട്ട് കൃതതൂര്യഘോഷ പുഷ്കോത്കരാൻ പ്രവവിഷു നുനവു, വാദ്യഘോഷം മുഴക്കി, ദേവദുന്ധുഭി മുഴങ്ങി എന്നാണ് പറയുന്നത്. വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി പുഷ്പങ്ങൾ വർഷിച്ച് പൂമഴ പെയ്തുകൊണ്ട് വളരെയേറെ സ്തുതികൾ പാടി സ്തുതിച്ചുകൊണ്ട് ഇവരുടെ ജന്മോത്സവം കൊണ്ടാടി. അപ്പോൾ ദേവന്മാർക്ക് വലിയൊരു ഉത്സവമായിരുന്നു മൂർത്തിദേവി ഈ നരനാരായണന്മാർക്ക് ജന്മം നൽകിയത്. ആ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്.
മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷവീസ്ഭവന്തം നാരായണം നരസകം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിത കൃതതൂര്യഘോഷ പുഷ്പോത്കരാൻ പ്രഭവിഷൂർനുരവൂസുരൗഘ. ധർമ്മദേവൻ്റെ പത്നിമാരിൽ ഒരാളായ മൂർത്തിദേവി നരനാരായണന്മാർക്ക് ജന്മം നൽകി. ഇവരുടെ ജന്മോത്സവം ദേവന്മാരെല്ലാം വാദ്യഘോഷങ്ങൾ മുഴക്കിയും പുഷ്പവൃഷ്ടി നടത്തിയും ദേവസ്തുതികൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ ആഘോഷിക്കുകയും ചെയ്തു. ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷ കൂടി കേൾക്കൂ. ധർമ്മദേവ പത്നിയായ മൂർത്തിയിങ്കൽ ജനിച്ചല്ലോ. ധർമ്മദേവൻ്റെ പത്നിയായ മൂർത്തി ജനിച്ചു. നരനാരായണന്മാരാം ലോക പൂജിത, ലോകം മുഴുവൻ പൂജിക്കുന്ന നരനാരായണന്മാരെ മൂർത്തിദേവി പ്രസവിച്ചു. ജനനമറിഞ്ഞ ദേവജനങ്ങളോ വാനിൽ നിന്നും, ഇവരുടെ ജന്മം അറിഞ്ഞ ദേവന്മാരെല്ലാം ആകാശത്ത് നിന്നുകൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു മെല്ലെ സ്തുതി തുടങ്ങി. അവർ പുഷ്പവൃഷ്ടി ചെയ്തു, സ്തുതികൾ പാടി ആ ജന്മോത്സവം കൊണ്ടാടി. അടുത്ത ശ്ലോകത്തിലേക്ക്, അതായത് 16-ാമത്തെ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തിലേക്ക്, നാരായണന്മാരുടെ ആ ജന്മോത്സവം കഴിഞ്ഞു. അവരുടെ ജനനം ദേവന്മാരൊക്കെ വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ദക്ഷൻ്റെ 13 പുത്രന്മാരെ ധർമ്മദേവൻ വിവാഹം ചെയ്തു എന്ന് കഴിഞ്ഞ പദ്യത്തിൽ പറഞ്ഞല്ലോ, ഈ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ. ആ പുത്രിമാരിൽ ഒരാളായ മൂർത്തി നരനാരായണ അവതാരത്തിൻ്റെ ഒരു ഫലം, അതായത് ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയാണ് ഇവർ ജന്മമെടുത്തത്, നരനാരായണന്മാർ. അതേപ്പറ്റിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ദൈത്യം സഹസ്രകവചം കവചൈപരീതം. ഇവരുടെ ജന്മത്തിൻ്റെ ഉദ്ദേശം ദൈത്യം സഹസ്രകവചം കവചൈപരീതം സഹസ്രവത്സരതപ സമരാഭിലഭ്യൈ പര്യായ നിർമ്മിത തപസ്സമരൈ ഭവന്തൗ ശിഷ്ടൈക കങ്കടമമും നഖതാം സലീലം. അതായത് ഭവന്തൗ സഹസ്രവത്സര തപ സമരാഭിലഭ്യ. ഇവർ രണ്ടുപേരും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സഹസ്രകവചൻ എന്ന് പറയുന്ന 1000 കവചങ്ങൾ, കവചം എന്ന് പറയുന്നത് അമ്പും വില്ലുമൊക്കെ ശരീരത്തിൽ ഏൽക്കാതെ കണ്ട് ഇടുന്ന ഒരു തരം ആയുധങ്ങൾ ഏൽക്കാത്ത, വെടിയുണ്ട ഏൽക്കാത്ത ചില ജാക്കറ്റൊക്കെ ഇടുന്നില്ലേ ചില VIP ഇപ്പം കാണാറില്ലേ? ആരെങ്കിലുമൊക്കെ വെടിവെക്കുകയാണെങ്കിൽ ശരീരത്തെ രക്ഷിക്കാനുള്ളതാണ് കവചം. ഇപ്പോഴത്തെ ആൾക്കാർ വെടിയുണ്ട ഏൽക്കാത്ത കവചം ധരിക്കുന്നത്. പണ്ടൊക്കെ അമ്പും വില്ലും ഏൽക്കാത്തതായിരുന്നു. സഹസ്ര കവചൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. അദ്ദേഹത്തിന് 1000 കവചങ്ങളാണ്. അദ്ദേഹവുമായിട്ടാണ് അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടിയാണ് നരനാരായണന്മാരുടെ ഒരു അവതാരകൃത്യം. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ നിന്ന് തന്നെയായ ഈ നരനാരായണന്മാർ രണ്ടുപേരും അങ്ങയുടെ അംശാവതാരങ്ങളാണ്. 1000 കൊല്ലത്തെ തപസ്, 1000 കൊല്ലത്തെ യുദ്ധം, ഇതാണ് അവരുടെ ഒരു രീതി. നരമഹർഷി 1000 കൊല്ലം തപസ്സിരിക്കുമ്പോൾ ആദ്യത്തെ 1000 കൊല്ലം നാരായണമൂർത്തി എന്ന് പറയുന്ന മഹർഷി എന്ന അവിടുത്തെ അവതാരം സഹസ്ര കവചനുമായിട്ട് യുദ്ധം ചെയ്യും. 1000 കൊല്ലം യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കവചം അങ്ങോട്ട് പൊളിഞ്ഞു വീണു. അപ്പോഴത്തേക്കും തപസ് കഴിഞ്ഞ നരാവതാരം ആ പോർച്ചട്ടകൾ സഹസ്ര കവചൻ്റെ അടുത്തത്. അപ്പം ആദ്യം യുദ്ധം ചെയ്ത ആൾ തപസ്സിരിക്കും, മറ്റാൾ 1000 കൊല്ലം യുദ്ധം ചെയ്യും. അപ്പോൾ ഒരു കവചം അങ്ങ് പോകും. അങ്ങനെ മാറി മാറി തപസ്സും യുദ്ധവും. സഹസ്ര കവചന് എന്നും യുദ്ധം. നാരായണമൂർത്തിയും നരനാരായണമൂർത്തിമാർ രണ്ടുപേരും മാറി മാറി 1000 കൊല്ലം തപസ്, 1000 കൊല്ലം യുദ്ധം. അങ്ങനെയുമായിട്ട്
പോർച്ചട്ടകൾ ഇങ്ങനെ ഓരോ സഹസ്ര കൊല്ലം തോറും 1000 കൊല്ലം തോറും അങ്ങോട്ട് വീണ് 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 പോയി. ഒക്കെ കഴിഞ്ഞ് ഒരു പോർച്ചട്ട മാത്രം ബാക്കിയായി. ആ അസുരനെ അനായാസേന നിഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇവരുടെ ഒരു ജന്മ സാഫല്യം. അതാണ് അവരുടെ ജന്മലക്ഷ്യം. അപ്പം സഹസ്രകവചൻ മഹാശക്തനായ ഒരു അസുരനാണ്. 1000 പോർച്ചട്ടകൾ ധരിച്ചവനാണ്. സഹസ്രകവചൻ എന്ന അന്വർത്ഥനാമം അദ്ദേഹത്തിന് ആ പേര് കിട്ടാൻ തന്നെ കാരണം 1000 പോർച്ചട്ടകൾ ധരിച്ചതുകൊണ്ടാണ്. അദ്ദേഹം 1000 സംവത്സരം തപസ് ചെയ്ത് സമ്പാദിച്ച ദിവ്യശക്തി ഉണ്ടായ അവൻ്റെ ഒരു കവചം പിളർക്കാൻ ഒരാൾക്ക് സാധിക്കും. ആ സമയം മറ്റയാൾ 1000 കൊല്ലം തപസ് ചെയ്ത് ശക്തി ആർജിക്കും. ഒരു കവചം അങ്ങോട്ട് പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അദ്ദേഹം അടുത്ത തപസ്സിന് പോകും. അതുവരെ 1000 കൊല്ലം തപസ് ചെയ്ത ശക്തിയുമായിട്ട് മൂർത്തിമാരിൽ ഒരാൾ യുദ്ധം ചെയ്യും. അങ്ങനെ ഊഴമിട്ട് തപസ് ചെയ്യും, മറ്റേയാൾ അത്രയും കാലം യുദ്ധം ചെയ്യും. ഇങ്ങനെ ഊഴമിട്ട് തപസ്സും യുദ്ധവും മാറി മാറി ചെയ്ത് ഓരോരോ യുദ്ധശേഷവും കവചം പൊളിഞ്ഞു വീണ് വീണ് ഒടുക്കം ഒരു കവചം മാത്രമായി. ആ ഒരു കവചം മാത്രമായ സമയത്ത് യുദ്ധം ചെയ്ത് ഈ സഹസ്ര കവചനാണ് അടുത്ത ജന്മത്തിൽ, ഈ സഹസ്ര കവചനാണ് പിന്നത്തെ ജന്മത്തിൽ മഹാഭാരതത്തിലെ ഒരു ധീരനായ കഥാപാത്രമായ കർണനായിട്ട് ജനിച്ചതെന്നാണ് പുരാണ കഥ. അപ്പോൾ ഈ ശ്ലോകം ഒന്ന് പറയാം. അതായത് കവചൈപരീതം, പോർച്ചട്ടകളണിഞ്ഞ സഹസ്രകവചൻ, സഹസ്രകവചം ദൈത്യം, സഹസ്രകവചൻ എന്ന അസുരനെ പര്യായ നിർമ്മിത തപ സമരവും, ഊഴമിട്ട് തപസ്സും യുദ്ധവുമായി മാറി മാറി ഇവർ രണ്ടുപേരും കൂടി ശിഷ്ടൈക കങ്കടമമും കൃത്വ, ഒരു പോർച്ചട്ട മാത്രം ബാക്കിയുള്ള അത് ആകുന്നത് വരെ ആ അസുരനുമായിട്ട് യുദ്ധം ചെയ്ത് ഒടുവിൽ ആ പോർച്ചട്ടയും നശിപ്പിച്ച് യുദ്ധത്തിൽ വധിച്ചു എന്നാണ് കഥ. ഈ സഹസ്രകവചൻ്റെ പുനർജന്മമാണ് മഹാഭാരതത്തിലെ കഥാപാത്രമായ കർണൻ എന്ന് പുരാണങ്ങൾ വർണ്ണിക്കുന്നു. ഈ ശ്ലോകം ഒന്ന് പറയാം. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സഹസ്രവത്സരതപ സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരൗഭവന്തൗ, മാറി മാറി യുദ്ധവും തപസ്സും ചെയ്ത് ശിഷ്ടൈക കങ്കടമമും നഖതം സലീലം, ഓരോരോ യുദ്ധത്തിന് ശേഷവും ഓരോരോ കവചങ്ങൾ നഷ്ടപ്പെട്ട് ഒടുവിൽ ഒരു കവചം മാത്രമായി. ആ കവചവും നഷ്ടപ്പെട്ട് സഹസ്ര കവചൻ എന്ന അസുരനെ വധിക്കുകയാണ്. ഈ ശ്ലോകത്തിൻ്റെ മലയാളത്തിലുള്ള ആ ഒരു പരിഭാഷ പറയും. നരനാരായണന്മാരോ അവിടുന്നു തന്നെയല്ലോ. നരനാരായണന്മാർ എന്ന് പറയുന്നത് ഭഗവാനെ അങ്ങ് തന്നെയാണ്, അങ്ങയുടെ അംശാവതാരം തന്നെയാണ്. മഹാതേജസ്വികളായ ശക്തിശാലികൾ, മഹാതേജസ്വികളായ ശക്തിശാലികളുമാണ്. സഹസ്രകവചൻ എന്ന അത്യുഗ്രനാം അസുരനെ, സഹസ്രകവചൻ എന്നു പേരുള്ള ഉഗ്രമൂർത്തിയായ അസുരനെ നിഷ്പ്രയാസം നിഗ്രഹവും നടത്തിയിടിനാൻ. ആ സഹസ്രകവചനെ നിഷ്പ്രയാസം അവരങ്ങനെ വധിക്കുകയും ചെയ്തു. ഇതാണ് 3 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. 16ാമത്തെ ദശകത്തിൻ്റെ ആദ്യത്തെ 3 ശ്ലോകങ്ങളാണ് നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് അർത്ഥം മനസ്സിലാക്കിയതും വായിച്ചതും. ഇന്ന് ഇവിടെ ഈ 3 ശ്ലോകങ്ങളോടെ നമ്മൾ ഭഗവാന് സമർപ്പിക്കുകയാണ്. എന്നോടൊപ്പം ഈ നാരായണീയത്തിൽ 3 ശ്ലോകങ്ങൾ ശ്രവിച്ച എല്ലാവരോടും കൂടി ഇന്ന് പറഞ്ഞ നാരായണീയത്തിലെ ഈ പദസമ്പത്ത് മുഴുവൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു.
ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നാരായണീയ ക്ലാസ്സുകൾ അത് എനിക്കറിയാവുന്നതുപോലെ ഞാൻ വായിക്കുന്നു, ഞാനൊന്ന് പറയുന്നു എന്നേയുള്ളൂ. ഇതൊക്കെ അതിമനോഹരങ്ങളായ ശ്ലോകങ്ങളാണ്, വളരെ ഇമ്പമായി പാടാവുന്നതാണ്. എനിക്ക് ഇത്രയ്ക്കൊക്കെ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ ഭംഗിയായിട്ട് പാടൂ കേട്ടോ, അർത്ഥം ഗ്രഹിക്കൂ കേട്ടോ, ഇതിലേക്ക് മനസ്സ് വരട്ടെ. നരനാരായണമൂർത്തിമാർ ഭഗവാന്റെ അംശാവതാരങ്ങളാണെന്ന് ധരിക്കൂ. സഹസ്രകവചൻ എന്ന അസുരനെ വധിക്കാൻ വേണ്ടി എടുത്ത അവതാര രൂപികളാണ് അവർ രണ്ടുപേരും. ലക്ഷപ്രജാപതിയുടെ മകളായ മൂർത്തി ആണ് അവരുടെ അമ്മ, ധർമ്മദേവനാണ് അവരുടെ അച്ഛൻ. അവരെ ലോകരക്ഷാർത്ഥം സഹസ്രകവചനെ വധിച്ചു. ഈ സഹസ്രകവചൻ്റെ പുനർജന്മമാണ് മഹാഭാരതത്തിലെ ഒരു പ്രമുഖ കഥാപാത്രമായ കർണൻ. കർണൻ്റെ കഥകളെ എത്രയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ. അതിനി ഒരവസരത്തിൽ പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നന്ദി.